Chasing moments and creating memories. Welcome to my channel by Amala Lissabu. അപ്പോൾ നമ്മളിന്ന് പിടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് നല്ല വറുത്ത അരിപ്പൊടി നമ്മൾ നന്നായിട്ട് എടുക്കണം. അതിനുശേഷം നമ്മളൊന്നത് ചുടുകട്ടിയുള്ള പാത്രത്തിൽ ഒന്ന് ചൂടാക്കി ബ്രൗൺ കളർ വരെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നല്ല ചിരകിയ നല്ല ഫ്രഷ് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത്രയും നമ്മൾ എടുക്കുക. എന്നിട്ട് വറുത്ത് വെച്ച പൊടിയിലോട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒതുക്കി ചേർക്കാം. നന്നായിട്ട് അരയണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 കറക്കിയെടുക്കണം മിക്സിയിൽ. എന്നിട്ട് നമുക്ക് അടുപ്പിൽ പാത്രം വയ്ക്കാം, വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്ന് കഴിയുമ്പോൾ ഈ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വറുത്ത പൊടിയും നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പതിയെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. നമ്മളിപ്പം 1 കിലോ പൊടിക്ക് ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി കുഞ്ഞു ഉണ്ടകളാക്കി എടുക്കണം. ശരിക്കും ഈ പിടി ഉരുട്ടുന്ന സമയത്തെ നമ്മൾ തറവാട്ടിലുണ്ടായിരുന്ന നേരത്ത് ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരത്തില്ലേ, പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ആൻറ്റിമാരെല്ലാവരും കൂടെ പിടിയെല്ലാം ഉരുട്ടി ഇങ്ങനെ നമുക്ക് തരുമായിരുന്നു. ആ ഒരു ഓർമ്മയൊക്കെ കേട്ടോ എനിക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് വന്നത്. അപ്പോൾ നമ്മുടെ പിടിയെല്ലാം ഉരുട്ടി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എനിക്ക് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ചേർത്തത്. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ ഉരുട്ടിയ പിടിയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉരുട്ടിയെടുത്ത പൊടിയായതുകൊണ്ട് അതിലേക്ക് ലവണം അലിഞ്ഞ് ചേരും അതിൻ്റെ ഫ്ലേവറൊക്കെ. വേണമെങ്കിൽ നമുക്ക് ജീരക വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. വറുത്ത പൊടി ആയതുകൊണ്ട് അധികം സമയം ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് കുമ്പളകളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഞാനിതിൽ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പച്ച തേങ്ങ എടുത്ത്, ഒരു തേങ്ങ മതി, 1 കിലോ പൊടിക്ക് 1 തേങ്ങ നന്നായിട്ട് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്താണ് കേട്ടോ. അതും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ആ തേങ്ങാപ്പാലിൽ കിടന്ന ഉണ്ടകളെല്ലാം ഇങ്ങനെ വെന്ത് വരുമ്പം ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര കുറുകി ഇങ്ങനെ വരും. അപ്പോൾ അത് നല്ല കോഴിക്കറിയും കൂടെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ കോഴിക്കറിയും വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനം ചിക്കൻ എടുത്തു. ഉള്ളിയെല്ലാം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. അതിനുശേഷം നന്നായിട്ട് വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പൊടികളാണ്. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും മുളക് പൊടിയും മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ മസാല നാട്ടിൽ നിന്ന് നന്നായിട്ട് മില്ലി പൊടിപ്പിച്ച് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന ഗരം മസാലയാണ് അതും. അതുപോലെ തന്നെ ചിക്കനിലോട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ചിക്കനിലോട്ട് ഈ ഉള്ളി വഴറ്റിയത് നമ്മൾ ചേർക്കുന്നു. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ആ മസാലയും സവോളയുടെ പച്ചമണമെല്ലാം മാറി ചിക്കൻ നന്നായിട്ട് വെന്ത് അതിലോട്ട് എസൻസൊക്കെ പിടിക്കും. മൂടി വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് തേങ്ങാപ്പാലും കൂടെ ചേർക്കുക.